റജി, ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുമായി കണ്ട ശേഷം മാധ്യമങ്ങളോട് അൻവർ സംസാരിച്ചു. കഴിഞ്ഞ 2 ദിവസമായി വാർത്താ സമ്മേളനങ്ങളിലൂടെ പറഞ്ഞതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ പല ഗുരുതരമായ ആരോപണങ്ങളും ഉന്നയിച്ച ഒരു MLA മുഖ്യമന്ത്രിയെ കണ്ട ശേഷം ആ അന്വേഷണത്തെ സംബന്ധിച്ചൊക്കെ അദ്ദേഹം എടുത്തൊരു പൊതുനിലപാട് ഏത് നിലയിലാണ് റജി മനസ്സിലാക്കുന്നത്? ശരത്തെ, ഒരു ജനാധിപത്യ ഭരണ സംവിധാനത്തിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകളാണ് നമ്മൾ ഇന്നിവിടെ കണ്ടത്. അതിൻ്റെ ഉത്തമ ഉദാഹരണം എന്ന് പറയുന്നത്, കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ അൻവറിൻ്റെ പുറകെയായിരുന്നു, PV അൻവർ MLAയുടെ പുറകെയായിരുന്നു. സധൈര്യം അദ്ദേഹം ഒരു 2-3 പത്രസമ്മേളനത്തിലൂടെ അദ്ദേഹത്തിൻ്റെ നിലപാടുകളും അദ്ദേഹത്തിന് എന്താണ് ഉദ്ദേശം അതെല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് അദ്ദേഹം ശ്രമിച്ചു. ഒരു പരിധിവരെ അത് ശരിയെന്ന് തോന്നത്തക്ക രീതിയിലുള്ള പ്രതികരണങ്ങൾ മാധ്യമങ്ങളിൽ നിന്നുണ്ടായി. കൂടാതെ തന്നെ അതിനകത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ആരോപണങ്ങൾ ഗുരുതരമാണ് എന്നെങ്കിൽ തീർച്ചയായിട്ടും സർക്കാരും അതുപോലെ തന്നെ പാർട്ടിയും ഉചിതമായ രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു. ബഹുമാനപ്പെട്ട ഗോവിന്ദ മാഷ് കണ്ണൂരിൽ ഇന്നലെ രാവിലെ 7:30 ആയപ്പോൾ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞു. അതിലുപരിയായിട്ട് കേരളം ശ്രദ്ധിച്ചൊരു കാര്യം, ഇത്തരം ഒരു നിയമസഭാ സാമാജികൻ്റെ ഭാഗത്ത് നിന്ന് ഇതുപോലെയുള്ള ഗുരുതരമായ ആരോപണങ്ങൾ വന്നപ്പോൾ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ശബ്ദം ഉയർന്നത് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നാണ്. അദ്ദേഹം ഇന്നലെ പത്രസമ്മേളനം നടത്തുന്നതിന് മുമ്പ് തന്നെ കോട്ടയത്തെ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ മീറ്റിംഗിൽ വെച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകൾ നമ്മളെല്ലാം ഇന്നലെയൊക്കെ ചർച്ച ചെയ്തതാണ്. പക്ഷേ എങ്കിൽ അത് ഒരിക്കൽ കൂടി പറയാം. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എന്താണ്? പോലീസിൽ ഏതെങ്കിലും രീതിയിലുള്ള തെറ്റായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയാലും കർശനമായി നേരിടും. ചില ആളുകളുടെ ഭാഗത്തു നിന്ന് അങ്ങനെയുള്ള രീതിയിൽ ഉണ്ടായിട്ടായിട്ട് സമൂഹത്തിൽ വിമർശനങ്ങൾ വന്നിട്ടുണ്ട്. ഉന്നതരായ ഉദ്യോഗസ്ഥരെ കൊണ്ട് അത് അന്വേഷിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇന്നലെ കേരളം കണ്ടു. അല്ലാതെ കണ്ട് ഇപ്പോൾ സസ്പെൻഡ് ചെയ്യും, നാളെ രാവിലെ ട്രാൻസ്ഫർ ചെയ്തൊന്നും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞില്ല. പക്ഷെ നമ്മുടെ കേരളത്തിലെ ചില CPM വിരോധികളായ മാധ്യമങ്ങൾ ഇന്നലെ ചമച്ച വാർത്തകളാണ് ഏറ്റവും പരിതാപകരമായി പോയത്. അവർ ബ്രേക്കിംഗ് കൊടുത്തു. അജിത് കുമാർ എന്ന് പറയുന്ന ADGPയെ സസ്പെൻഡ് ചെയ്യും. അതുപോലെ തന്നെ അദ്ദേഹത്തിനെ എൻ്റെ പേരിൽ നടപടി ഉടനെ പ്രഖ്യാപിക്കും. അദ്ദേഹത്തിനെ ക്രമസമാധാനത്തിൽ നിന്ന് മാറ്റും. അതുപോലെ തന്നെ സുനിസാസ് എന്ന് പറയുന്ന പത്തനംതിട്ട SP സസ്പെൻഡ് ചെയ്യുമെന്ന് പറഞ്ഞ വാർത്തകൾ കൊടുത്തു. ഇവർക്ക് എവിടെ നിന്ന് ഇങ്ങനെ വാർത്ത കൊടുക്കാനുള്ള സോഴ്സ് കിട്ടി? അങ്ങനെ ഒരു വാർത്ത ചമയ്ക്കാനായിട്ട് നിയമസംഹിതയോ അല്ലെങ്കിൽ ഒരു ഭരണ സംവിധാനത്തിൽ നിന്നും അങ്ങനെ ഒരു വാർത്ത ചമയ്ക്കാനായിട്ടുള്ള ആധികാരികത ഇവർക്ക് എവിടെ നിന്ന് കിട്ടി? അങ്ങനെ കൊടുക്കാൻ പാടില്ല. കാരണം ഒരു ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിക്കണമെങ്കിൽ അതിൻ്റെതായ ചില പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇന്നലെ പരസ്യമായിട്ട് പോലീസ് അവരുടെ തന്നെ അസോസിയേഷനിൽ വെച്ച് അദ്ദേഹം പറഞ്ഞത് ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷിക്കും. ദാറ്റ് മീൻസ് ആ അന്വേഷിക്കാനുള്ള ചുമതല അദ്ദേഹം ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥരെ ഏൽപ്പിച്ചു കഴിഞ്ഞു. ഇനി അവരുടെ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം മാത്രമേ നടപടി സ്വീകരിക്കാൻ പറ്റത്തുള്ളൂ. അതാണ് നിയമസംഹിത, അതാണ് ഭരണഘടന നമ്മളോട് വിവേചനം ചെയ്യുന്നത്. അതേ മാധ്യമങ്ങൾ തന്നെ ഇന്ന് ബഹുമാനപ്പെട്ട PV അൻവർ MLA മുഖ്യമന്ത്രിയെ 12:20 കണ്ടതിന് ശേഷം പുറത്തിറങ്ങിയപ്പോൾ PV അൻവറുടെ നിലപാടിൽ നിന്ന് ഒരു കടുകുമണിക്ക് പോലും അദ്ദേഹം വ്യത്യാസം വരുത്തിയിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് എന്താ? കേരളത്തിലെ മുഖ്യമന്ത്രി വിവരങ്ങളെല്ലാം ധരിപ്പിച്ചു. വളരെ പോസിറ്റീവായിട്ടുള്ള മറുപടിയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായത്. ഇനി തീരുമാനമെടുക്കേണ്ടത് പാർട്ടിയും മുഖ്യമന്ത്രിയും സർക്കാരുമാണെന്ന് പറഞ്ഞു. അപ്പോൾ എത്ര ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് ഇതുവരെയുള്ള ഈ കാര്യങ്ങൾ വന്നത്. പക്ഷെ അവിടെ ചമ്മിപ്പോയത് ആരാ? കേരളത്തിൻ്റെ മാധ്യമങ്ങളാണ്. അൻവർ കീഴടങ്ങിയിരിക്കുന്നു. അൻവർ ആരുടെ മുമ്പിലാണ് കീഴടങ്ങിയിരിക്കുന്നത്? PV അൻവർ MLA ആരുടെ മുമ്പിൽ കീഴടങ്ങിയിട്ടുണ്ടോ? തൻ്റെ പിതാവിനെ പോലെ കാണുന്നു താൻ മുഖ്യമന്ത്രി എന്ന് അദ്ദേഹം കാര്യമായ രീതിയിൽ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. കൂടാതെ തന്നെ PV അൻവറെ കുറിച്ച് പറഞ്ഞ 1-2 ജുഗുൽസാപരമായിട്ടുള്ള തെറ്റിദ്ധാരണകളും കേരളത്തിൽ പടർന്നു. എന്താണ് അത്? CPM എന്ന് പറഞ്ഞ പാർട്ടിനെ ഇഴുത്തി കാണിക്കാനായിട്ട് ചില മാധ്യമങ്ങൾ ശ്രമിച്ചതാണ്. അവർ പറഞ്ഞു ചില ഓൺലൈൻ മാധ്യമങ്ങളും തലക്കെട്ട് നിരത്തി. എന്താ പറഞ്ഞത്? അൻവറിൻ്റെ ലക്ഷ്യം വേറെയാണ്. അൻവറിനോടൊപ്പം CPM-ലെ ഒരു വിഭാഗമുണ്ട്. അൻവർ ലക്ഷ്യമിടുന്നത് P ശശിയെ മുഖ്യമന്ത്രിയുമാണ്. അൻവർ പാർട്ടി മാറാനുള്ള സാധ്യതയുണ്ടെന്നൊക്കെയുള്ള വാർത്തകൾ കൊടുത്തു. PV അൻവറിനെ ശ്രദ്ധിക്കുന്നവർക്കറിയാം, അദ്ദേഹം മിനിഞ്ഞാന്നും ഇന്നലെയും ഇന്നുമായിട്ട് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോടൊപ്പം നിൽക്കുകയും അതിന് അഭിവാദ്യം അർപ്പിക്കുകയും ചെയ്യുന്ന നിരവധി പോസ്റ്റുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ശ്രമിച്ച ചിലരുടെ ഇച്ഛാഭംഗമാണ് ഇന്ന് കേരളം ദർശിച്ചത്. അതായതിൻ്റെ സത്യം എന്ന് പറയുന്നത്. ഒരു കാര്യം കൂടെ ചേർത്ത് ഞാൻ പറയാം. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ വാക്കുകളെ അദ്ദേഹം ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷിക്കുമെന്ന ദൃഢതയോടുകൂടി വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഇന്നലെ മാധ്യമങ്ങളോട് ലൈവായിട്ട് പറഞ്ഞതിനെ എങ്ങനെയാണ് കേരളത്തിലെ ചില മാധ്യമങ്ങൾ സസ്പെൻഷനിലേക്കും മാറ്റി നിർത്തുമെന്ന് പറഞ്ഞതിലേക്കും വ്യാഖ്യാനിച്ചത്? അപ്പോൾ എത്രയോ ദുരിതവശമായിട്ടുള്ള വാർത്തകളാണ് കൊടുത്തത്.
ഒരു ഭരണ സംവിധാനത്തിന് അതിൻ്റെതായ പ്രൊസീജിയേഴ്സ് ഉണ്ട്, അല്ല, നടപടികൾ റജി പറഞ്ഞതുപോലെ അതിൻ്റെതായ പ്രൊസീജിയേഴ്സ് റജി ഉണ്ട്. ലൂക്കോസ് അത് അന്വേഷണത്തിലൂടെ തെളിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ സർക്കാർ റെജി ലൂക്കോസ് പറഞ്ഞതുപോലെ ഇന്നലെയൊക്കെ മാധ്യമങ്ങൾ അങ്ങ് പ്രവചിക്കുകയായിരുന്നു. അവർ തന്നെ ഉത്തരവിടുന്നത് പോലെയാണ് മാധ്യമങ്ങൾ ഇക്കാര്യത്തിലൊക്കെ ഓരോന്ന് തീരുമാനിച്ചത്. ഇപ്പോൾ അജിത് കുമാറിനെ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നു, അതുപോലെ തന്നെ അന്വേഷണത്തെക്കുറിച്ചുള്ള അതിൻ്റെ സ്വഭാവത്തെക്കുറിച്ചും ഒക്കെ പലതരത്തിലേക്കുള്ള തരം വാർത്തകൾ ആധികാരികമെന്ന നിലയിൽ കൊണ്ടുവരുന്നു. പക്ഷേ ഇവിടെ നമ്മൾക്ക് നോക്കിയാൽ അറിയാവുന്ന ഒരു കാര്യം, ഈ വിഷയം വന്ന ഘട്ടം മുതൽ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇടപെട്ട രീതിയുടെ ഒരു സ്വഭാവം, അദ്ദേഹം പോലീസുകാരുടെ തന്നെ അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിൽ വെച്ചാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അജിത് കുമാർ അടക്കമുള്ള വളരെ പ്രധാനപ്പെട്ട വേദിയിൽ വെച്ചാണ് നേരത്തെ റജി പറഞ്ഞതുപോലെ ഇക്കാര്യങ്ങൾ പ്രഖ്യാപിച്ചത്, അന്വേഷണത്തെക്കുറിച്ച് പ്രഖ്യാപിച്ചത്. സംസ്ഥാന പോലീസ് മേധാവിയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അന്വേഷണ ചുമതല അദ്ദേഹത്തിനാണ്. ADGPക്ക് മുകളിലുള്ള DGP സംസ്ഥാന പോലീസ് മേധാവി. അപ്പോൾ മുഖ്യമന്ത്രിയും അതുവഴി സർക്കാരും ഉയർന്നു വന്ന ഈ ആരോപണങ്ങളോട് കാലതാമസം വരുത്താതെ തന്നെ ഒരു അന്വേഷണത്തിലേക്ക് കാര്യങ്ങളെ നീക്കിയത്, അത് പൊതുസമൂഹത്തിന് മുമ്പാകെ തന്നെ മുഖ്യമന്ത്രി വിശദീകരിച്ചത്, ഈ ആരോപണങ്ങൾ ഉന്നയിച്ച അൻവറിന് ബോധ്യപ്പെടുന്നു സത്യസന്ധമായൊരു അന്വേഷണം എന്ന ഒരു വിലയിരുത്തൽ അദ്ദേഹം തന്നെ മാധ്യമപ്രവർത്തകരോട് പറയുമ്പോൾ, ഇന്നലെ അൻവറിൻ്റെ വാക്കുകളെ വളരെ വിശാലമായി ആധാരമാക്കിയ മാധ്യമങ്ങളും ഒക്കെ അദ്ദേഹം ഇന്ന് ആ അന്വേഷണം സത്യസന്ധമാണ് എന്ന് കരുതുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതും മുഖവിലേക്ക് എടുക്കണ്ടേ? റജി ലൂക്കോസ്. അല്ല, 100% എന്താ സംശയക്കാരുന്നത്? ഞാൻ ശരത്തിനോട് ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാം. ബഹുമാനപ്പെട്ട നമ്മുടെ LDFന്റെ കൺവീനർ പിന്നെ അദ്ദേഹത്തിന്റെ മീറ്റ് പ്രസ്, അദ്ദേഹം കൺവീനർ ആയതിന്റെ പേരിലുള്ള മീറ്റ് പ്രസിനെ അറ്റൻഡ് ചെയ്ത് കോഴിക്കോട് വെച്ചു. അദ്ദേഹം പറഞ്ഞ ഒരു വാക്കിനെ അടർത്തിയെടുത്തിക്കൊണ്ട് CPM-നകത്ത് ഭിന്നതയുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി വാർത്ത കൊടുത്തു. എത്ര ലജ്ജാകരമായ വാർത്തയാണ്! അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഇവർ കൊടുത്ത വാർത്ത കേൾക്കണം. PV അൻവർ മുഖ്യമന്ത്രിയെ കാണുന്നതിന് ഈ പത്രസമ്മേളനം നടത്തുന്നതിന് മുമ്പ് മുഖ്യമന്ത്രിയെ കണ്ടത് അവതരിപ്പിക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞു. സത്യസന്ധമായിട്ട് പറഞ്ഞ അദ്ദേഹത്തിന്റെ ആ പറഞ്ഞ വാക്കുകളോട് ഞാനിത് ലൈവ് കണ്ടോണ്ടിരിക്കുക. അദ്ദേഹം എന്താ പറഞ്ഞേ? PV അൻവർ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾക്ക് ഗൗരവമുണ്ട്. ആ ഗൗരവമുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള രീതിയിലേക്ക് സർക്കാരും പാർട്ടിയും കടക്കും. അപ്പോൾ ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചു, കേരളത്തിലെ മുഖ്യമന്ത്രിയല്ലേ ഇത് ആദ്യം അറിയിക്കേണ്ടത് ചോദിച്ചു. അത് അദ്ദേഹം അറിയിക്കേണ്ടതായിരുന്നു എന്ന് മാത്രം പറഞ്ഞു. അപ്പോൾ ആ വാക്കിനെ പിടിച്ചുകൊണ്ട് CPM-ൽ എന്തോ തിരയിളകുന്നുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ മാധ്യമങ്ങൾ നടത്തിയപ്പോൾ ഉച്ചയ്ക്ക് ശേഷം PV അൻവറിന്റെ പത്രസമ്മേളനത്തിന് ശേഷം ഇളിഭ്യരായിപ്പോയി. ശരത്ത് ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഇന്ന് വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഈ പെരുമ്പറകൾ ദുർബലമായിരിക്കുന്നു, മാധ്യമങ്ങളിൽ ദുർബലമായിരിക്കുന്നു. അവർ മറ്റു വാർത്തകളുടെ പുറകെ പോയിരിക്കുന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള സർക്കാരിന്റെ ട്രാൻസ്പെറൻസി, സുതാര്യത, അതൊരു മുഖ്യമന്ത്രിയും ആ സർക്കാരും ആ പാർട്ടിയും എടുത്തതിന്റെ ഏറ്റവും വലിയ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള തെളിവ് ഇന്ന് കേരളത്തിന് ബോധ്യപ്പെട്ടതാണ്. ആർജവമുള്ള ഒരു ഗവൺമെന്റ്, നടപടി സ്വീകരിക്കാൻ മടിക്കുകയെന്ന് പറഞ്ഞ ഒരു സർക്കാർ കേരളത്തിൽ ഇതിനു മുമ്പും പലരും ഭരിച്ചിട്ടുണ്ടല്ലോ. ഉമ്മൻചാണ്ടി ഭരിച്ചിട്ടില്ലേ? KK നായർ ഭരിച്ചിട്ടില്ലേ? KK നായർ